അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം, ഹോളിവുഡും വലിയ വലിയ സ്റ്റുഡിയോകളുമൊക്കെ ഉൾപ്പെടുന്ന ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ എന്ന വിളിപ്പേരുള്ള സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്നൊക്കെ വിളിപ്പേരുള്ള ലോസ് ഏഞ്ചൽസ് നഗരം ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് അവിടെ കത്തിപ്പടരുന്ന തീയുമായി ബന്ധപ്പെട്ടിട്ടാണ്. 2025 ജനുവരി മാസം 7-ാം തീയതി ആരംഭിച്ച ഈ തീപിടുത്തത്തിലൂടെ ഏകദേശം 40,000-ഓളം ഏക്കർ സ്ഥലമാണ് അഗ്നിക്കിരയായിരിക്കുന്നത്. 2 ലക്ഷത്തോളം ആളുകളെ ഓൾറെഡി ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുന്നു. 1.5 ലക്ഷത്തോളം ആളുകൾ ഇവാക്യുവേഷൻ വാണിങ്ങിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അഗ്നിബാധയുണ്ടായിട്ടുള്ള പാലിസൈഡ്, ഈറ്റൻ പോലെയുള്ള സ്ഥലങ്ങളിൽ വെറും 10 മുതൽ 15% വരെ തീയെ മാത്രമാണ് കണ്ടെയ്ൻ ചെയ്യാൻ അവിടുത്തെ ഫയർ ഫോഴ്സുകൾക്ക് സാധിച്ചിട്ടുള്ളത്. വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ അമേരിക്കയിലൊക്കെ മൾട്ടി മില്യണയർമാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിൻ്റെ നിലവിലത്തെ നഷ്ടം $60 ബില്യൺ എന്നും ഇതിൻ്റെ മുഴുവൻ നഷ്ടം $130 മുതൽ $150 ബില്യൺ വരെ ആകാമെന്നുമുള്ള കണക്കുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2018 കാലിഫോർണിയയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ക്യാമ്പ് ഫയർ എന്ന തീപിടുത്തത്തിൻ്റെ ഭാഗമായി ഏകദേശം $12.5 ബില്യൺ നഷ്ടമുണ്ടായതാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ തീപിടുത്തം പോലെയുള്ള നഷ്ടമായി കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു തീപിടുത്തം അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തം മൂലമുള്ള ഒരു നാശനഷ്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്? ഈ തീപിടുത്തം ഇത്രയധികം വ്യാപിക്കുന്നതിനും ഇങ്ങനെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനുമുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കാത്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ കാലിഫോർണിയ എന്ന സംസ്ഥാനമായിക്കൊള്ളട്ടെ, അവിടുത്തെ തന്നെ ഈ ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി ആയിക്കൊള്ളട്ടെ, ധാരാളം കാട്ടുതീകൾ, വൈൽഡ് ഫയറുകൾ കാലാകാലങ്ങളായി നടക്കുന്നൊരു സ്ഥലമാണ് എന്ന് നമുക്ക് കാണാം. പക്ഷേ സാധാരണയായിട്ട് സമ്മർ മാസങ്ങളിൽ, ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ കാട്ടുതീ ഉണ്ടാവാറുള്ളത്. ഈ ജനുവരി മാസം എന്നൊക്കെ പറയുന്നത് വിൻ്റർ, ശൈത്യകാലമുള്ള ഒരു മാസമായതുകൊണ്ട് തന്നെ കാട്ടുതീ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2012-നും 2023-നും ഇടയിൽ ജനുവരി മാസത്തിൽ കാട്ടുതീയുടെ വെറും 2 വാണിംഗ് മാത്രം പുറപ്പെടുവിച്ചപ്പോൾ ഈ 2025 ജനുവരിയിലെ ആദ്യത്തെ 2 ആഴ്ച മാത്രം 60ഓളം വൈൽഡ് ഫയർ വാണിങ്ങുകളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ വളരെ റെയറായിട്ടാണ് ഈ ഒരു സമയത്ത് അവിടെ കാട്ടുതീ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ കാട്ടുതീ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ ഒത്തുചേർന്ന് വരുന്നത് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ആളുകൾ മുന്നോട്ട് വെക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. കഴിഞ്ഞ 5-10 വർഷങ്ങളായിട്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള, ഒരുപാട് വരൾച്ചയിലൂടെയാണ് ഈ ഒരു പ്രദേശം കടന്നു പോയത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഓൾറെഡി വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണിത് എന്ന് മാത്രമല്ല, ഇവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ അത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് വരൾച്ചയിലൂടെയായിരുന്നു ഈ ഒരു പ്രദേശം കടന്നു പോകുന്നത്. എന്നാൽ 2024-ൽ ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിലുള്ളൊരു മഴ ലഭിക്കുകയാണ്. എൽ-നിനോയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ മഴ പെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു മഴ ലഭിച്ചതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെജിറ്റേഷൻ എല്ലാം നല്ല രീതിയിൽ വളർന്നു വരുന്നു. വലിയ രീതിയിൽ പുല്ലുകളും ചെടികളും ഒക്കെ വളർന്നു വരുന്നതിന് ആ ഒരു കാലാവസ്ഥ കാരണമാവുന്നുണ്ട്. എന്നാൽ 2024 ഒക്ടോബർ മാസത്തിന് ശേഷം ഇവിടെ മഴയെ ലഭിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ വെളിവാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ബ്രേക്കിംഗ് ഹീറ്റ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ താപനിലയാണ് ഈ മാസങ്ങളിൽ രേഖപ്പെടുത്തിയത് എന്ന് മാത്രമല്ല, സാധാരണ ലഭിക്കുന്നതിൻ്റെ വെറും 4% മഴ, അതായത് 1 മില്ലിമീറ്ററിൽ താഴെ മഴ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ പെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നല്ല മഴ കിട്ടിക്കഴിഞ്ഞപ്പോൾ പുല്ലുകളും ചെടികളും ഒക്കെ തഴച്ചു വളരുന്നു. എന്നാൽ ആ മഴയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഉണക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പുല്ലുകളും ചെടികളും എല്ലാം ഉണങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെറിയ രീതിയിലൊരു തീപ്പൊരിയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു തീപിടുത്തമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളും ചെടികളുമെല്ലാം ഒരു ഫ്യൂവലായി ആക്ട് ചെയ്യുകയും ആ തീപിടുത്തം വലിയ രീതിയിൽ വ്യാപിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇത് തന്നെയാണ് ലോസ് ഏഞ്ചൽസിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടുത്തെ കാലാവസ്ഥയുടെ ഒക്കെ ഭാഗമായിട്ട് ചെടികൾ ഉണ്ടാവുകയും അത് ഉണങ്ങിപ്പോവുകയും അതിലേക്കൊരു തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടാവുന്നതിനും അത് വ്യാപിക്കുന്നതിനുമുള്ള ഒന്നാമത്തെ കാരണം. ഇനി ഈ ഒരു തീപിടുത്തം വലിയ രീതിയിൽ വ്യാപിക്കുന്നതിനുള്ള രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ പ്രദേശങ്ങളിലുള്ള വലിയ രീതിയിലുള്ള ഒരു കാറ്റാണ്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മാത്രമല്ല, ഒരു വർഷത്തിൻ്റെ പല സമയങ്ങളിൽ ഈ കാലിഫോർണിയ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു കാറ്റിനെ സാന്റാ ആന, ഫോവൻ, ഡെവിൾ വിൻസ് എന്നിങ്ങനെ പല പേരുകളിൽ ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കാറ്റ് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റായതുകൊണ്ട് അതിലൊക്കെ നല്ല രീതിയിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ പ്രദേശങ്ങളിലെ ഈ സാന്റാ ആന കാറ്റുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഉൾപ്രദേശങ്ങളിൽ നിന്നും, കോണ്ടിനെൻ്റൽ മേഖലകളിൽ നിന്നും പുറത്തേക്ക് അടിക്കുന്ന കാറ്റായതുകൊണ്ട് തന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു വിൻഡാണ് എന്ന് കാണാം.
ഇപ്പോൾ ഈ കാലിഫോർണിയയുടെയൊക്കെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കുന്നുകളും മലകളുമാണ് എന്ന് കാണാം. ഗ്രേറ്റ് ബേസിൻ പോലെയുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഇത്തരം കാറ്റുകൾ ഈ പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് മാത്രമല്ല, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴേക്ക് വരുന്ന കാറ്റുകളായതുകൊണ്ട് ഇത്തരം കാറ്റുകൾ വളരെ ഡ്രൈ ആയിരിക്കുമെന്ന് മാത്രമല്ല, ഇത് വളരെ സ്ട്രോങ് കൂടിയായിരിക്കും. ഇപ്പോൾ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 60 മുതൽ 100 മൈൽ വേഗത്തിലൊക്കെയാണ് പല സമയത്തും ഈ കാറ്റടിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായി അത് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാറ്റടിക്കുന്നത് ആ തീ ആളിക്കത്തുന്നതിനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനും കാരണമാവും. അത് ഇപ്പോൾ ലോസ് ആഞ്ചൽസിലെ ഈ തീപിടുത്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ അടിക്കുന്ന കാറ്റ് ഈ ഒരു തീയെ ദൂര സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള തീയൊക്കെ ഉണ്ടാകുമ്പോൾ എംബർ അല്ലെങ്കിൽ ഫയർ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള പാർട്ടികൾ, അതായത് തീ പിടിച്ചിട്ട് പറന്നു വരുന്ന പുല്ലുകളോ ചെടികളോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള തീപ്പൊരികളെയൊക്കെയാണ് എംബർ അല്ലെങ്കിൽ ഫയർ ബ്രാൻഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാറ്റടിക്കുമ്പോൾ ഈ എംബർ അല്ലെങ്കിൽ ഫയർ ബ്രാൻഡുകൾ ഉണ്ടാവുന്ന സ്ഥലത്ത് നിന്നും 1-2 ഇഞ്ചുകൾ മുതൽ 10-20 കിലോമീറ്ററുകൾ അകലെ വരെ എത്തിക്കാൻ ഇത്തരത്തിലുള്ള കാറ്റിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിനടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതിന് മൈലുകൾ അകലെ കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരെ ഈ തീപിടുത്തം വ്യാപിക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ മനസ്സിലാക്കുക. ഇനി ഈ തീപിടുത്തം വ്യാപിക്കുന്നതിൻ്റെ മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ജിയോഗ്രഫി തന്നെയാണ്. ഇപ്പോൾ ഈ തീപിടുത്തം നടക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപനം നടക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഉയർന്ന പ്രദേശങ്ങളാണ് എന്ന് കാണാം. ഒരു വശത്ത് കടലാണ്, മറ്റൊരു വശത്ത് ഉയർന്ന മലകളോ കുന്നുകളോ ഒക്കെയാണ് എന്ന് കാണാം. ഇത്തരത്തിലുള്ള കുന്നുകളിലും മലകളിലുമൊക്കെയാണ് ഇത്തരത്തിലുള്ള സിറ്റികൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പെട്ടെന്ന് തീപിടുത്തത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപനം നടക്കാനുള്ള സാധ്യതയുണ്ട്. പരന്ന് കിടക്കുന്ന പ്രദേശങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലേക്കാണ് പെട്ടെന്ന് തീ പടരാനുള്ള സാധ്യതയുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീ കത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലെയിം അതുപോലെ തന്നെ ചൂടെല്ലാം ഉയർന്ന് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ തീ പടരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ജിയോഗ്രഫിയാണ് ഈ പ്രദേശങ്ങളിലുള്ളത് എന്നത് കാണാം. അതും ഈ തീ പടരുന്നതിനും ഇതിൻ്റെ നാശനഷ്ടങ്ങൾക്കൊക്കെ ഒരു വലിയ കാരണമാവുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇത്രയും വലിയൊരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് എന്നും അതിനിങ്ങനെ ഒരു വ്യാപനം ഉണ്ടാകുന്നത് എന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ തീപിടുത്തത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ളതാണ്. ഈ തീപിടുത്തം നടന്ന് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ആളുകൾ പല സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ലോകത്തുണ്ടാകുന്ന കാട്ടുതീകളുടെയും തീപിടുത്തങ്ങളുടെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഇടിമിന്നലാണ്. അപ്പോൾ ഇടിമിന്നൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണെങ്കിലും ആ ഒരു സാധ്യതയെ എല്ലാവരും ഒരുപോലെ തള്ളിക്കളയുന്നുണ്ട്. കാരണം ഈ പ്രദേശങ്ങളിലൊന്നും ഈ അടുത്ത കാലഘട്ടങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള ലൈറ്റ്നിങ് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ആളുകൾ മുന്നോട്ട് വെക്കുന്നത് ഇലക്ട്രിക് ലൈനുകളിൽ നിന്നൊക്കെ ചില സാഹചര്യങ്ങളിൽ തീപ്പൊരികളൊക്കെ ഉണ്ടായി തീപിടുത്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം തന്നെ ഈ കാലിഫോർണിയ മേഖല തന്നെ നോക്കുകയാണെങ്കിൽ 2018 തോമസ് ഫയർ എന്ന പേരിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വലിയ കാറ്റിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് ലൈനുകൾ മറിഞ്ഞു വീഴുകയും അതിൻ്റെ ഇടയിൽ നിന്ന് തീപ്പൊരി ഉണ്ടാവുകയും ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ സാന്റ ആന പോലെയുള്ള കാറ്റുകൾ ഉണ്ടാകുന്നുണ്ട്, ധാരാളം ഇലക്ട്രിക് ലൈനുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഈ ഒരു സാധ്യത ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശത്തെ ഒഫീഷ്യൽസ് പറയുന്നത് ഈ തീപിടുത്തം ഉണ്ടായ സമയത്തോ അതിന് മുന്നേ ഒന്നും ഈ പ്രദേശങ്ങളിലൊന്നും ഇലക്ട്രിക് ലൈനുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് കൺക്ലൂസീവായിട്ട് ഇതാണ് കാരണമെന്നും പറയാൻ പറ്റില്ല. ഇനി ലോകത്ത് നടക്കുന്ന തീപിടുത്തങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സാധ്യതയായിട്ട് ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മാൻ മെയ്ഡ് ഫയേഴ്സാണ്. ഇപ്പോൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നും പല സമയത്തും അൺഇൻറ്റൻഷണലായിട്ട്, അതായത് അബദ്ധത്തിലൊക്കെ തീപിടുത്തം ആരംഭിക്കാറുണ്ട്. ഇനി ചില സമയത്തും മനുഷ്യർ ഇൻറ്റൻഷണലായിട്ട്, അതായത് അറിഞ്ഞുകൊണ്ട് തീപിടുത്തം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഫയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സാധ്യതകൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ലോസ് ഏഞ്ചൽസിലെ ഇപ്പോഴത്തെ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്നുകൂടി തിരിച്ചറിയാം. ഇനി ഇവിടെ ഉയർന്നു വരുന്ന മൂന്നാമത്തെ ചോദ്യം, അമേരിക്ക പോലുള്ളൊരു രാജ്യത്ത് ഇത്രയും വെൽത്തി ആയിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടായിട്ടും അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കാത്തത്, അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയർ ഹൈഡ്രൻറ്റുകൾ ഡ്രൈ ആയിപ്പോയി എന്ന രീതിയിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ റോഡിൻ്റെയൊക്കെ സൈഡിൽ ഫയർ ഹൈഡ്രൻറ്റുകൾ കാണാം. അവിടെ കണക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പലപ്പോഴും തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ലോസ് ഏഞ്ചൽസ് പോലെയുള്ള സിറ്റികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഉയർന്ന പ്രദേശങ്ങളിലാണുള്ളത്, 3 ഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് അവിടുത്തെ ഈ ഫയർ ഹൈഡ്രൻറ്റ് സംവിധാനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് വലിയ ടാങ്കുകളോ അല്ലെങ്കിൽ റിസർവോയറുകളോ ഒക്കെയാണ്. മില്യൺസ് ഓഫ് ഗാലൻസ് വെള്ളം കൊള്ളുന്ന ഇത്തരം ടാങ്കുകളൊക്കെയാണ് ഈ ഫയർ ഹൈഡ്രൻറ്റുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. കൃത്യമായി ഇത്ര അളവ് വെള്ളം മാത്രമേ ഈ ടാങ്കുകളിലും റിസർവോയറുകളിലും ഒക്കെ കൊള്ളുകയുള്ളൂ.
അപ്പോൾ ഇവിടെ ലോസ് ഏഞ്ചൽസ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ചെറിയ രീതിയിലുള്ളൊരു തീ അണയ്ക്കാൻ അല്ലെങ്കിൽ 10-20 വീടുകൾക്കൊക്കെ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കൊക്കെ തീ പിടിച്ചാൽ അണയ്ക്കുന്നതിനുള്ളൊരു സംവിധാനം ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവിടേക്കാണ് അൺപ്രസിഡൻ്റ് ആയിട്ട് ആരും വിചാരിക്കാത്ത രീതിയിൽ ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റിസർവോയറുകളിലെയും ടാങ്കുകളിലെയൊക്കെ വെള്ളം ഭൂരിഭാഗം അവർ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കുറയുന്നതിനത് കാരണമാകുന്നു, വെള്ളം തീർന്നു പോകുന്നതിനും അത് കാരണമാകുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. ഇത് ഈ തീപിടുത്തം തടഞ്ഞു നിർത്താൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ഫൈനൈറ്റ് ആയിട്ടുള്ള അളവിൽ മാത്രം വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന പ്രദേശങ്ങളിൽ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ എയർക്രാഫ്റ്റുകളുടെ സഹായം തേടാറുണ്ട്. വലിയ വലിയ ഹെലികോപ്റ്ററുകളിലും വിമാനങ്ങളിലുമെല്ലാം വെള്ളം ശേഖരിച്ച് തീ പിടിക്കുന്ന സ്ഥലങ്ങളുടെ മുകളിലൂടെ പറന്ന് ഈ വെള്ളം ഒഴിച്ച് തീ കെടുത്തുന്ന ഒരു സാഹചര്യം പലരും ഉപയോഗിക്കുന്ന നമ്മൾ വാർത്തകളിലും വീഡിയോകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇതുപോലെയുള്ള എയർക്രാഫ്റ്റുകളുടെയൊക്കെ സഹായം തേടുന്ന നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സാന്റ ആന പോലെയുള്ള വലിയ കാറ്റ് അവിടെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഹൈ വിൻഡിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾക്ക് പറക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമായതുകൊണ്ട് പല സമയത്തും ഈ എയർക്രാഫ്റ്റുകളൊക്കെ ഗ്രൗണ്ട് ചെയ്യപ്പെടേണ്ടി വരികയും അവരുടെ സഹായം ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയും അത് ഇവിടെ വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്തു. ഇനി ഇവിടുത്തെ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുന്ന മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ജോഗ്രഫി തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പല ഭാഗത്തും വലിയ മലകളാൽ ചുറ്റപ്പെട്ട സിറ്റികളാണ് ഇവിടെ ഉള്ളത് എന്ന് മാത്രമല്ല, പല സ്ഥലത്തു നിന്നും തീ പിടിച്ച് അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് 1-2 പ്രധാനപ്പെട്ട റോഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യുന്നു പോകുന്ന ആളുകൾ അവരുടെ എല്ലാം വാഹനങ്ങളുമായിട്ട് ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ അവരവരുടെ വാഹനങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഉപേക്ഷിച്ച് കാൽനടയായിട്ടൊക്കെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ പല വാർത്തകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടുത്തെ റോഡുകളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളാൽ ബ്ലോക്ക്ഡായി കിടക്കുകയാണ്. അപ്പോൾ എമർജൻസി റെസ്പോൺസിനൊക്കെ വരുന്ന ഫയർ എഞ്ചിനൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ഈ വാഹനങ്ങൾ നീക്കിയതിന് ശേഷം മാത്രം അവർക്ക് ഈ സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ ഒരവസ്ഥയൊക്കെ വരുമ്പോൾ അത് ഈ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം കൂടെ കൂടിച്ചേരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാവുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, അവിടുത്തെ കാലാവസ്ഥാപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഇങ്ങനെയൊരു തീ ഉണ്ടാകുന്നതിനും അത് ആളിപ്പടരുന്നതിനും കാരണമാകുന്നു. അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ഈ തീയെ കണ്ടെയ്ൻ ചെയ്യുന്നതിന്, ഇതിനെ തടഞ്ഞു നിർത്തുന്നതിന് വിഘാതമായിട്ട് നിലനിൽക്കുന്നതൊക്കെയാണ് ഈ ഒരു പ്രശ്നം വഷളാക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളുമെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടോപ്പിക്സുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.